ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസ് വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഈ വണ്ടിയിൽ ഇതുപോലൊരു ഡ്രൈവ് ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത്. അതും പുതിയൊരു സ്ഥലത്തേക്ക്. എല്ലാ പ്രാവശ്യവും ഉറുമ്പിക്കര, മലമണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഇല്ലിക്കൽ കല്ലിൽ ഒരു ഭാഗത്ത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ഉണ്ട്. അതൊരു പ്രൈവറ്റ് റോഡ് വഴിയാണ് കയറി പോകേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ട് തന്നെ ശ്രമിച്ചേക്കാമെന്ന് വെച്ചു. ആരും അധികം കയറിയിട്ടില്ലാത്തൊരു വഴിയാണ്, ഒരു പ്രൈവറ്റ് റോഡിൽ കൂടെയാണ്. പക്ഷേ ഓരോന്നൊന്നര ലുക്ക് സ്ഥലമാണത്. എനിവേ ബാക്കി നിങ്ങൾ കാണുക. ഞങ്ങൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഒട്ടും വഴിയെന്ന് പറഞ്ഞ സാധനമില്ല. വഴി വെട്ടി തന്നെ പോകുന്നത്. കൃത്യമായിട്ടൊരു വഴി ഇല്ലാത്തൊരു വഴിയാണ്. അതുണ്ടോ, താഴെ നിന്ന് വണ്ടി കയറിക്കൊണ്ടിരിക്കുക. പ്യുവർലി എന്ന് പറഞ്ഞാൽ പ്യുവർലി ഓഫ് റോഡാണ് സംഭവം. അത് കാര്യമില്ല. കണ്ടോ? എന്താ പറഞ്ഞു? എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ എക്സ്പെക്റ്റേഷനും മാറി. ഞാനും അഖിലാസും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിലാദ്യമായിട്ട് ഒരാൾ മാത്രം പരിചയം വെച്ചുകൊണ്ട് ഇതൊരു പുതിയ ടീമിൻ്റെ കൂടിയാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഇത് കയറുന്നവരെ എനിക്ക് ഇത്ര എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ഞാൻ ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്, ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞും, നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ശാന്തതയാണ് നമുക്ക് തരുന്നത്. ഒരു ഹാഫ് ആൻ അവറിന് അത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനേ തോന്നത്തില്ലായിരുന്നു. അത്രയ്ക്കും നല്ല ക്ലൈമറ്റായിരുന്നു. അത് എങ്ങനെ അത് മനസ്സിലാക്കി പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ വന്ന് ഞങ്ങൾ അനുഭവിച്ചത്. വണ്ടി എന്ത് കിട്ടി? ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഈ സാധനം. ഇതൊരു വല്ലാത്ത വൈബ് സീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് നിമിഷ നേരം കൊണ്ട് ആ കോട ഞങ്ങളുടെ വണ്ടി മൊത്തത്തിൽ കവർ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ. മണ്ടേ കയറി എന്നിട്ട് നിതിൻ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ട് സംഭവം ചോദിച്ചു. ഒരു തംസപ്പിൽ തീരാവുന്ന സംഭവം എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് അവനോട് എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഞാൻ വല്ലാതെ ഹാപ്പി ആയിപ്പോയി.
ഇത് ഈ ഇവിടം കൊണ്ട് ഞങ്ങൾ നിർത്തുന്നില്ല. ഇത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ നേരത്തെ ഞങ്ങൾ ഇറങ്ങി അവിടെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ച് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരിച്ചുള്ള ഇറക്കവും ഇത് കയറിയ വഴിയുമല്ല, തിരിച്ചിറങ്ങും. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. തിരിച്ച് കയറിയ വന്ന ആ കാട്ടും വഴിയൊന്നും ഇല്ലാത്തൊരു വഴി വെട്ടി ഞങ്ങൾ കയറി വന്നതുപോലല്ല. തിരിച്ചിറങ്ങുമ്പം മൊത്തം പാറക്കെട്ടിനിടയിൽ കൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇതിലൂടെ ഇറങ്ങുന്നതാണ് ഏറ്റവും ടാസ്ക്. ഇത് കയറുന്ന കാര്യം ചിന്തിക്കാൻ കൂടെ വേണ്ട. അത്യാവശ്യം ലോക്കറുള്ള വണ്ടിയാണെങ്കിലും ഫ്രണ്ടും ബാക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കയറാനും പറ്റത്തുള്ളൂ. കാരണം ഇതിനു മുമ്പ് ഇതിൽ ട്രാവൽ ചെയ്തിട്ടുള്ള നിതിൻ എന്നോട് പറഞ്ഞത് ഈ വഴി ഇങ്ങനെ അല്ലായിരുന്നു. നല്ല മഴ വന്നിട്ട് ഒലിപ്പും എല്ലാം കൂടെ ഒരു പൊട്ടിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ വണ്ടിയിൽ അത്യാവശ്യം ട്രാക്ക് സ്പെക്ക് ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ മറ്റു വണ്ടികൾക്കാണെങ്കിലും കുറച്ച് സ്ട്രഗിളിങ് ആയിരുന്നു. അതുപോലെ നോക്കിയും കണ്ടും സേഫാക്കി ഇറക്കിയില്ലെങ്കിൽ വണ്ടിക്ക് ഡാമേജ് വരും. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരെയും സേഫാക്കി നമ്മുടെ വണ്ടി ഇറക്കി സുരക്ഷിതമായിട്ട് ഞങ്ങൾ മെയിൻ റോഡിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചായയും കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഒരു കഫേയിൽ നിർത്തി. കഫേന്നല്ല, അതിനൊരു തട്ടുകടയെന്ന് വേണേൽ പറയാം. വാഗമൺ സൈഡിലതൊക്കെ അല്ലേ നമുക്ക് സൈഡിൽ നിന്ന് കിട്ടത്തുള്ളൂ. എന്തായാലും അടുത്ത യാത്ര ഇതിലും ഗംഭീരമാക്കി നമ്മൾ തുടങ്ങുന്നതായിരിക്കും.